അമ്മേ ഇത് കണ്ട ഹായ് മുട്ടയിലാർട്ട് ആർട്ടൊന്നല്ല ഇത് നമ്മുടെ മുറ്റത്ത് കുഴിച്ചിട്ടേക്കായിരുന്നു. ആരി കോഴി മുട്ടയിട്ട് കഴിഞ്ഞപ്പോ ഈ മുട്ട ചത്തുപോയി. അപ്പൊ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്ത് കുഴിച്ചിട്ട് ആണാ ഓർമ്മ ഇത് ആൾക്കാരെ നശിച്ചുകൊണ്ട് വീട്ടിന്റെ മുറ്റത്തൂടെ കുഴിച്ചിടൂലേ അത് ചെയ്താണ്. അതിന്റെ പേരെന്തോ കുതന്ത്രോ കുതന്ത്രമന്ത്രമൊന്നും അതല്ല, കൂടോത്രം. അമ്മേ നമ്മുടെ കോഴി പറമ്പി ചത്ത് കിടക്കണം. അയ്യോ മുട്ട പണി തുടങ്ങി. ആരുടെ ഇവിടെ സിമ്പൽ അടിച്ചത്? അമ്മ എത്ര പ്രാവശ്യം ഞാൻ ഷെൽഫ് ഓർന്നേക്കണ്, ഇതുവരെ ഈ പാത്രം വീണിട്ടില്ല. ഞാൻ ദേഹത്തുപാടൻ നമ്പൂതിരിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് പരിഹാരത്തിന്. ദേഹത്തുപാടന ഓ മേപ്പാടൻ എന്താണ് മോങ്ങണത്? ശാന്തനെ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. കൊടുങ്കാറ്റിൽ ആന പാറിപ്പോയപ്പോഴാണ് ഏക്കടെ ജോക്കി പാറിയെന്നും പറഞ്ഞു വന്നത്. അഴേന്ന് അതും മാറിപ്പോയ. ഇവിടെ കൂടാത്രം കിട്ടിയിരിക്കുമ്പോഴാണ് അങ്ങേരുടെ ഒരു തമാശ. കൂടാത്രോ ദേ ഇത് ഞാൻ കുഴിച്ചിട്ട മുട്ടയല്ലേ? അച്ഛനാ എടോ കിർമാണ്ടി മോറ, തനിക്ക് എങ്ങനെ തോന്നിയടോ ഈ കുടുംബത്തോട് ഇത് ചെയ്യാൻ? എന്ത് കൂടോത്രം തന്നെ ഇത് കൂടോത്രമൊന്നുമല്ല. പിന്നെ മുട്ട മുളക്കാൻ കുഴിച്ചിട്ടാണോ? ഇത് ഞാൻ ഓംലെറ്റ് അടിക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇതും ഒരു ജീവനല്ലേ എന്ന്. അതുകൊണ്ട് ഞാൻ വിരിയാൻ വേണ്ടി കുഴിച്ചിട്ടതാണ്. പൊട്ടൻ അച്ഛനെന്തിനാണ് പിന്നെ അതിനകത്ത് പടം വരച്ചത്? ഞാൻ ഈ മുട്ട കുഴിച്ചിടാൻ നേരത്തെ അവിടെ രാമ മുട്ട കുഴിച്ചിടുന്നു. അപ്പൊ ആമയുടെ മുട്ടയും എന്റെ മുട്ടയും മാറിപ്പോണ്ടില്ലാന്ന് വിചാരിച്ച് വരച്ചതാണ്. ആമട എന്താടാ? അമ്മ മേപ്പാടൻ അവൈലബിൾ അല്ല, കുമ്പിടിനെ വിളിക്കട്ടെ? കുമ്പടനെ വിളിക്കണ്ട, നീ കുടുംബത്തോട്ട് വാ. അമ്മ അപ്പൊ ആ കോഴി എങ്ങനെ ചത്ത്? ഏത് കോഴി? നമ്മുടെ കോഴി രാവിലെ ഒക്കെ പറമ്പി ചത്ത് കിടക്കുന്നു. ദൈവം ഇന്നലെ പൂച്ചക്കിട്ട് എറിഞ്ഞത് കോഴിക്കാണ് കൊണ്ടത്. എന്ത്? അല്ല ഇവിടെ നിന്ന് വല്ല കാറ്റും മഴയും വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് അകത്തോട്ട് പോവാൻ കാറ്റുള്ള. അല്ലെങ്കിൽ അച്ഛന്റെ കാറ്റിന്ന് പോകും. അയ്യോ അമ്മേ